ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம தொடர் மூவி, நம்ம லாலேட்டான தொடர் மூவியில் வந்து பார்த்தீங்கன்னா சீன் 7 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ரொம்பவே வந்து பார்த்தீங்கன்னா வெரி இன்ட்ரெஸ்டிங்காக வந்து போயிட்டுருக்கு. அவரோட பையனை தான் வந்து கொன்று அந்த டிக்கியில் அவர் தான் வந்து எடுத்துகிட்டு போயிட்டு தூக்கி போட வச்சுருக்காங்க. அது அவர் தெரிஞ்சவொடனே வந்து பார்த்தீங்கன்னா ரொம்பவே வந்து பார்த்தீங்கன்னா ஷாக் ஆகிட்டார். அதோட வந்து அவங்கள பழிவாங்கணும் அப்படின்னு சொல்லிட்டு அந்த ஒரு மோட்டிவேஷனில் வந்து இருக்காரு. அந்த போலீஸ் ஸ்டேஷன்ல போகும்போது பார்த்துட்டாரு, அந்த பைக் வந்து அவன் பையனோட தானே. இல்ல அது வந்து 2, 3 மாசமா அந்த யார்ட்ல நிக்குது அப்படிங்கிற மாதிரி அவர் வந்து சமாளிச்சுட்டாரு. என்ன சீன் நடக்க போகுது என்னன்னு சொல்லிட்டு தெரியல. நெக்ஸ்ட் வீடியோ பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். നിങ്ങളല്ലേ പറഞ്ഞത് അവിടെ കൊണ്ടേ കുഴിച്ചിട്ടാ പൊന്തൂലെന്നൊക്കെ? കയ്യും കാലും വരച്ചിട്ട് പാടില്ല സാറേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വരെയുള്ളൂ നമുക്ക് സമയം. ഒന്ന് മുങ്ങേണ്ടി വരും. എങ്ങോട്ട്? സുമിയും പിള്ളേരൊക്കെ നാട്ടിലാ? നന്നായി. ഈ സുധീഷൊക്കെ ആരുടെ കാലിലടാ ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പരീക്ഷ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ട് നീ എന്താണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പഴക്കമുണ്ട് സാറേ, പണിയാണ്. எவ்வளோ மிஸ்ஸிங் கேஸ் வரும். സാറേ, പണിയാ വന്നായിരുന്നു, ഞാൻ അകത്തോട്ട് കയറ്റിയില്ല. മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. யாருன்னு தெரியல. ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് അവനെ ഇറക്കി കൊണ്ടുപോയെന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. സുധീഷിന്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അത് ബെൻസാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബെൻസിന് സുധീഷിന് എന്തേ പെണ്ണാ കാണ്ടോ പോടോ. അവര് തമ്മിൽ എന്ത് ഇൻഗോൾഫിയാ? ഫോണ് സ്വിച്ച് ഇവര് എവിടെ പോയിരിക്കുക? ഈ മകൻ മിസ്സിംഗ് ആണെന്ന് ഇവർക്ക് അറിയില്ലേ? അവ്യാഴം വെള്ളുന്നില്ല ചെറുക്കന. അവന്റെ തള്ളിയും പെങ്ങളും വിചാരിച്ചേക്കുന്ന അവൻ ഹോസ്റ്റലിലാമ്മ. പിന്നെ അവൻ കിളവല്ലേ വർഷാപടുന്ന. അയാളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറെ, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഇതും ആട്ടിക്കൊണ്ടിരിക്കാണ്. എനിക്ക് കുറച്ച് സമയം കൂടെ താമനി. ഇനി സമയം സംഗതി കൺഫേം ആണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സാറേ. നമ്മുടെ മിസ്സിംഗ് കേസിലേക്ക് തന്നെയല്ലേ. എല്ലാം കഴിഞ്ഞ് സാറേ, എന്താ കുഴപ്പമായ ഞാൻ മുങ്ങേ? മുങ്ങിയ പൊങ്കലടാ നമ്മൾ എന്തെങ്കിലും നമ്മളോ ബെൻസ് എവിടെ ഏട്ടാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ സാറേ, എന്താ കാര്യം? ബെൻസിന്റെ മോളെ? ഹലോ, അമ്മ എവിടെ മോളെ? ഞാൻ ജോർജ് സാർ, ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഇവിടുത്തെ ബെൻസിന്റെ ഒരു പരിചയക്കാരനാണേ. ബെൻസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാറേ. ഈ മഴയത്ത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കും. എത്ര നേരം മഴയത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കും. ചേട്ടൻ കേട്ടോ, വായേട്ടാ ഇവിടെ വന്നേ ചോദിക്കുന്നു.
സാറേ ബെൻസിന്റെ ആണോ ഈ മില്ല്? ഏ അല്ല, അത് ഇവിടത്തെ ലളിത മോളുടെയാ. പവിത്രം. എന്താ സാറേ? ചേട്ടാ, ബെൻസും ഇവിടുത്തെ ചെക്കനും തമ്മിൽ എങ്ങനെയാ? എന്തേലും പ്രശ്നമുണ്ടോ? അയ്യോ, എന്നാ സാറേ പ്രശ്നം? ഈ പുരക്കകത്തെ ഉരുൾപൊട്ടലില്ലേ, ആ. 2 ദിവസം പഴക്കമുള്ള ഒരു ബോഡി ഓടിയോ? ഇവിടുത്തെ കാണാതെ പോയ ചെറുക്കന്റെ ആണെന്നാണ് പോലീസുകാർ പറയുന്നത്. അയ്യോ സാറേ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ വീട്ടിലെ ആരെങ്കിലും വന്ന് ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ബെൻസിനെ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. കുറെ മറക്കാനുണ്ടല്ലോ അവന്. ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നൊന്നും നമ്മക്കറിയില്ലോ എന്റെ പൂതിയായിട്ടാ. എന്നാ ശരി. எப்படி மாத்தி விட்டாரு ஒரு கதைய. മഴ നനഞ്ഞ് തളർന്നിട്ടുണ്ടാവും നിന്റെ സാറന്മാരിപ്പോ. എന്റെ മോനെവിടെ? അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് എന്നോട് പറ. ഈ മഴ തോരും മുമ്പേ എനിക്ക് എന്റെ മോനെ അവന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. എനിക്കൊന്നും അറിയില്ല, സത്യം. അവിടുത്തെ കാടിന് വഴിയൊക്കെ അറിയാന്ന് പറയുന്നത് നിർബന്ധിച്ച് കൊണ്ടുപോയതാ. വണ്ടി കയറി കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ബോഡിനായി ഞാനും അറിഞ്ഞത്. അത് കഴിഞ്ഞ എന്റെ അച്ഛനെയും പെങ്ങളെയും വെച്ച് അവരെ കള്ളക്കഥ തുടങ്ങിയത്. ആ ബോഡി ആരുടെ അതുപോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. സാറേ, വണ്ടി കൊടുക്കാൻ പറ്റില്ല. സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. വണ്ടി വിട്ടു കൊടുക്കാൻ പറ്റില്ല സാറേ. 4 ആള് കൂടുമ്പോൾ ഈ ഓസ്മാട്ട് കളി അത് നിങ്ങൾക്കും ദോഷ. ആ വണ്ടിക്കകത്താണ് തൊലയാനായിട്ട്. അയ്യോ കൊച്ചു. നിന്നെയൊക്കെ ഒരിക്കൽ വിശ്വസിച്ചാണല്ലടാ എന്നെ കൊണ്ട്. ഓ
മിണ്ടാതെ. എന്റെ മോൻ എവിടെടാ? ബെൻസേ ഞാൻ പറയുന്നത് നീയൊക്കെ കൂടെ അവൻ എന്താടാ ചെയ്തത്? എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിന്റെ മോൻ സേഫാണ്. ബെൻസേ ഞാനിപ്പോ നിന്റെ വീട്ടിൽ പോയിരുന്നു. ഭാര്യനെ മോളെ എല്ലാം ഞാൻ കണ്ടു. ബെൻസേ നിന്റെ മോൻ സേഫാണ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ബെൻസേ. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ബെൻസേ നീ ഭ്രാന്ത് കാണിക്കണ്ട. ഞാൻ പറയാം. சூப்பராக இருந்துச்சு. எப்படி வந்து பார்த்தீங்கன்னா ரிவெஞ்ச் எடுத்துருவான்னு சொல்லிட்டு நினச்சேன். அதே மாதிரி வந்து பார்த்தீங்கன்னா ஒருத்தர் ரிவெஞ்ச் எடுத்தாரு. ஆனால் வந்து பார்த்தீங்கன்னா அவருக்கு வந்து இது உண்மையாலுமே வந்து தெரியல. உனக்கு வந்து தெரியாம தான் வந்து எனக்கும் வந்து தெரியும் அப்படிங்கிற மாதிரி வந்து சொல்கிறாரு. லைன்லேயே வந்து பார்த்தீங்கன்னா அவர் இன்னும் அந்த போலீஸ் வந்து இருக்காரு. என் மகனை வந்து எங்கே வச்சிருக்கேன்னு சொல்கிறார். அவர் சொல்கிறாரு உன் மகன் வந்து சேஃபாக தான் வந்து இருக்கான், நான் சொல்கிறது வந்து நீ கேளு அப்படிங்கிற மாதிரி சொல்கிறாரு. செம்மையாக வந்து டைலாக் இருந்துச்சு. இனிமேல் நான் சொல்கிறது நீ கேளு அப்படிங்கிற மாதிரி சூப்பராக இருந்துச்சு. இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இதுபோல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.